അപ്പൊ കുറച്ച് ദിവസം ഇനാക്റ്റീവ് ആയിരുന്നു ഞാൻ. എനിക്കൊരു ജസ്റ്റ് ആരെങ്കിലും ഒരാൾ ഒരു ഓവർവ്യൂ തന്നാൽ കൊള്ളാം. മൊത്തത്തിൽ ഇപ്പൊ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, എന്തൊക്കെയാണ് പുതിയ പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണുള്ളത്, ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. എടാ നിന്നെ ഞാൻ അന്ന് ഒരു കാര്യത്തിന് വിളിച്ചത്, അത് കഴിഞ്ഞിട്ട് നിന്നെ ഞാൻ കണ്ടിട്ടില്ല. നീ റിലേഷൻഷിപ്പിൽ പേരല്ല. ഞാനൊക്കെ സിംഗിൾ ആയിട്ട് നടക്കുക. ബ്രേക്കപ്പ് ആണ്, ബ്രേക്കപ്പ് ആയി. എന്റെ തീറ്റായിരുന്നു ഇച്ചിരി നീരുന്ന് എനിക്കൂടി ഇരിക്കാനില്ല. വെളിയിറങ്ങിയേ കണ്ടോട്ടെ നിന്നെ ഒന്ന്. ഈ സസ്പെൻഷൻ ഡേയ്സിൽ എത്ര പേർക്ക് ഇവിടെ പെണ്ണ് സെറ്റ് ആയി? എടാ ജസ്റ്റ് എന്റെ ക്യൂരിയോസിറ്റി അറിയാൻ വേണ്ടി മാത്രം. ഈ മുച്ചിറി ബ്ലേസ് ഇവിടെ ഉണ്ടോ? ഹലോ, ഉണ്ട് എവിടെ എവിടെ ഉണ്ട്? മുതുക്കില് ഗ്യാങ്കോസിൽ വരാൻ പറഞ്ഞത് കേട്ടായിരുന്നോ? കേറി എത്രയാ? നീ ഒന്ന് ഗ്യാങ്കോസിലോട്ട് പെട്ടെന്ന് ഗ്യാങ്കോസിന്റെ ഫ്രണ്ട് വാ. ഞാൻ 10 വരെ ഉണ്ട്, അതിന് മുമ്പ് പറഞ്ഞേ. എന്നാ 50 വരെ ഉണ്ടാവേ. ഇതാര്? ഹലോ ഹലോ, അപ്പൊ കേക്കോ? അയ്യോ വാസവനായിരുന്നു. അയ്യോ പിന്നെ ഹുഡി ഞാനും ചന്ദ്രനല്ലേ ഇടുള്ളൂ, വേറെ എന്തായാലും ചന്ദ്രനായിട്ട് തോന്നുന്നില്ല എന്നെ കണ്ട. അല്ല ബാബു തെറ്റിദ്ധരിച്ച്. ബാബുന് ഹുഡിയുടെ അധികാരം ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ അപ്പാപ്പനെ? ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ടെലിപ്പോർട്ട് ചെയ്ത് തന്നത് ഞാൻ ജസ്റ്റ് മിസ്സിന് കണ്ടെത്താ. ലൈവിലൊന്നും പിന്നായ പോലെ കണ്ട് ടെലിപ്പോർട്ടായ ടെലിപ്പോർട്ടല്ല, ഞാൻ സിറ്റിയിലോട്ട് കേറിയതേ ഉള്ളൂ. ആണല്ലേ, സ്പോൺ ആയതായിരുന്നല്ലേ? ഓക്കെ ഓക്കെ, എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്, എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞു. 45, 46, 47, 48, 49, 50. എവിടെ ഫോണടിയാ? അപ്പൊ ഒരു ഇതായി വരുന്നേ. പിന്നെന്താ, നീ ഗ്യാങ്സിന്റെ ഫ്രണ്ടില് വണ്ടി നിർത്തണേ. HF ഹോൾ ഡൗൺ. എടാ HF ഇപ്പൊ ഇവിടെ ഗ്യാങ് ആണോ? ഓടാ, അല്ല അവന്മാരിപ്പോ ഗ്യാങ് ആണോ ഇവിടെ വീണ്ടും? ഹലോ ഹലോ, എന്താ വെയിലുണ്ടോ? വെയിലല്ല, പിന്നെ ചൂട്. ചൂടത്തെ തല കൂടെ തുണിയിട്ടേക്കണ? അല്ല, തണുപ്പ്, ചൂടെടുക്കാൻ വേണ്ടിട്ടിരിക്കണ. എടാ നിന്നെ ഞാൻ അന്ന് ഒരു കാര്യത്തിന് വിളിച്ചത്, അത് കഴിഞ്ഞിട്ട് നിന്നെ ഞാൻ കണ്ടിട്ടില്ല. നീ എപ്പോഴും ഉണ്ടാണല്ലോ. ഞാൻ എപ്പോഴും ഉണ്ടാകും, ചോദിച്ചോക്കെ പറയല്. എപ്പോഴും ഉണ്ടാകും കോച്ചിന്. എടാ ഇവ എപ്പോഴും ഉണ്ടോ സിറ്റിയില്? നിന്റെ അടുത്തല്ല. ഹരി, നീല എന്നാ നീ പറ. നീലനെക്കാട്ടും കൂടുതൽ ഞാനുണ്ട്, നീലനെക്കാട്ടും കൂടുതൽ. ഇവിടെ ഉണ്ടോ? എപ്പോഴും ഉണ്ടോ? കുറുപ്പിനൊന്നും കാണലേ ഇല്ല. കുറുപ്പിനെ കാണലേ ഇല്ലെന്നോ? പിന്നെ ഈ രാത്രി പെണ്ണുപിടിക്കാൻ വരുന്നവനൊക്കെ എങ്ങനെയാണ്? ഞാൻ പെണ്ണു പിടിക്കാൻ പോയില്ല. സിഗ്മ തീരെ കളിക്കാൻ പോയി. സിഗ്മ, നീ സിറ്റിയിൽ മിണ്ടാത്ത പെണ്ണുങ്ങളില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാടാ. ഇല്ല, ഞാൻ ആരിലും മുണ്ടലില്ല. പെണ്ണുങ്ങൾ മുണ്ടൽ പോലില്ല. മുണ്ടലല്ല, മിണ്ടൽ. ഒരാളുടെ അടുത്ത് സംസാരിക്കുക, മിണ്ടുക എന്നാണ് പറയുന്നത്. മുണ്ടലല്ല പറയണം, മിണ്ടൽ. മിണ്ടൽ. അങ്ങനെ തന്നെ പറ. മൊത്തത്തിലൊരു വശപശമുണ്ട് നിനക്ക്. ഇല്ല, ഞാൻ അങ്ങനത്തെ ആളല്ല. അങ്ങനത്തെ ആളല്ല, നിനക്ക് മൊത്തത്തിലൊരു കള്ള ലക്ഷണമുണ്ട്. ഏയ്, ഞാൻ ഗ്രൈൻഡ് ജോബ് ഗ്രാൻഡ് ഫണ്ട് കൊടുക്കണ്ടേ? എത്ര രൂപ ഗ്രൈൻഡ് ചെയ്തിപ്പോ? 14 CR. പരിസരത്ത് പറഞ്ഞിട്ടില്ലേ? 14 CR. സാർക്ക് ഇന്നലെ രാത്രി. നീ ഇന്ന് വെളിയിട്ടിറങ്ങിയേ, കണ്ടോട്ടെ നിന്നെ ഒന്ന്. സുഖാണോ? ഭയങ്കര സുഖമുള്ളവർക്കൊക്കെ വലിയ പ്രശ്നം, വണ്ടിയിൽ ഇടിയോട് അറിയാലോ. ഇങ്ങനെ എന്തെങ്കിലും പറയാൻ മാത്രമേ വാതറക്കുള്ളൂ എനിക്ക് അറിയാലോ. ഞാൻ അതാണ് അതൊന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞേ. താഴോട്ട് ചൂടാറുന്നതിന് മുമ്പേ അതൊന്ന് കേൾക്കാൻ വേണ്ടിട്ടാണ് ഇറങ്ങാൻ പറഞ്ഞത്.
അങ്ങനെയാണ് ആ, ആ, ആ. ഹാപ്പി അല്ലേ അണ്ണാ? ഞാൻ ഹാപ്പിയാ. ഇപ്പൊ എന്താ SR ആയിട്ടുള്ള പ്രശ്നം തീർക്കണം ഇപ്പൊ. ഇപ്പൊ 2 വണ്ടിയാണ് എന്നെ ഇടിച്ചിട്ട് പോയത്. KVP ഉണ്ട് SR വേണ്ട. ഓ അതല്ലേ. അതാണ് അത് വർത്താനം അത്. ഇല്ലില്ല, വാ, വാ, അകത്തോട്ട്, തൽക്കാലം അകത്തോട്ട്. അതെ 25 പേര് കേറിയിട്ടുണ്ട് വരുത്തില്ല കേട്ടോ. ആരാ 25 പേരോ? ഓ എനിക്ക് ഇൻഫ്ലുവൻസർ B ആണ്, ഞാൻ അങ്ങോട്ട് ഇറങ്ങണേ. എനിക്കൊരു ചെറിയ തലയിറക്കം ഉണ്ട്. എനിക്കിതൊന്ന് സമാധാനം പറയാൻ വയ്യേ. വർഷങ്ങൾക്ക് ശേഷം വന്ന് ക്യാരക്ടർ തിന്നിട്ട് അന്ന് തന്നെ അടിക്കാൻ പോവാന്നൊക്കെ പറഞ്ഞ നന്ദൻ എന്താ നീ ഇപ്പൊ ഭയങ്കര റൊമാൻറ്റിക്. അവനെ ഇളക്കം റൊമാൻസ് മാത്രമേ ഉള്ളൂ, പെണ്ണ് സെറ്റ് ആയിട്ടില്ല ഇതുവരെ ഇവന് മാത്രം. ബാക്കി എല്ലാവർക്കും ആയി. റൊമാൻസ് പാട്ടെല്ലാം ഉണ്ട്, പക്ഷെ അവൾക്ക് സെറ്റാവുന്നില്ല ഇതുവരെ. ബാലിനിപ്പോ റിലേഷൻഷിപ്പിന്റെ പേരെന്താ? ഇല്ലണ്ണാ, ഞാനൊക്കെ സിംഗിൾ ആയിട്ട് നടക്കുക. ബ്രേക്കപ്പ് ആയി ബ്രേക്കപ്പ് ആയി. എടാ നീ relationship ഒന്നും ഞാൻ നമ്മളെ എപ്പോ കൊണ്ട് സിറ്റിയിൽ പറ്റുന്ന വന്നാലും നീ സിംഗിൾ ആന്ന് പറയും, പക്ഷെ ആഴ്ച ആഴ്ച നീ ഓരോ പെണ്ണുങ്ങളുടെ കൂടെ കപ്പിൾ RP എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഉണ്ടാക്കിയിടും. അന്നേരമാണ് ഞാൻ അറിയണത് നീ സിറ്റി വരുന്നുണ്ടെന്ന് പോലും. അന്ന് ഞാൻ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് അങ്ങ് ബ്രേക്കപ്പ് ആയി പോകുന്നല്ല, അതല്ലേ പ്രശ്നം. ഒന്നും അങ്ങോട്ടൊരു അകത്തോട്ടോ ഒരാഴ്ച ഓടിക്കാനെങ്കിലും കിട്ടുന്നത്, എനിക്കതും ഇല്ല. ഇവിടെ പറഞ്ഞ വണ്ടി നിരത്തിയിട്ടൊക്കെ കണ്ടില്ലേ നീയൊക്കെ? ക്രിസ്റ്റഫറിനുള്ളോ ഇത്? ഞാൻ വെച്ച് നമ്മുടെ വേണ്ടറാണ് കേട്ടാ. കണ്ണാപ്പി അറിഞ്ഞു, അവൻ എന്തെന്ന് അറിഞ്ഞൂടാ. ഇതാരുടെ തലയിൽ ഈ ബൊമ്മ വെച്ചിരിക്കണേ? ഹലോ, കാരണം അവന്റെ പുതിയ ബുദ്ധിയാണ്. ഹെഡ് വെടി കൊള്ളത്തില്ലെന്നൊക്കെയാ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ. ആശ നിന്നെയൊക്കെ ഇങ്ങനെ കാണുമ്പോ എനിക്ക് വിഷമം വരുന്നടാ, സത്യം പറയാനാ. എന്നോട് SMG ബോയ്സ് പറഞ്ഞത് നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള തലയൊക്കെ ഉള്ള ഒരു പ്ലെയർ ആണ്. വലിയ തലയാണ് ഇപ്പൊ. നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്, നല്ല എല്ലാ മൊത്തത്തിൽ ഷൂസ് ഒക്കെ കണ്ടാണ്. ഷൂസ് ഉണ്ടല്ലേ, ഷൂസ് നിക്കറ് പയ്യനെ ഒന്നും പറയാനില്ല. അതാരടാ അവിടെ വിഷമിച്ച് ഇങ്ങനെ കുത്തിയിരിക്കുന്ന തല താത്തി? ഡോർക്കി എന്ത് പറ്റി? ഡോർക്കി അവനൊരു കോല കണ്ടാണ്. വള്ളി 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 അതായത് എന്റെ സീറ്റിലിരുന്ന് ഇച്ചിരി നീരുന്ന് എനിക്ക് കൂടി ഇരിക്കായിരുന്നല്ലോ. ആ താങ്ക് യു താങ്ക് യു. നിന്റെ കൂടെ ഒന്നെടുത്താ ഒന്ന് ഫ്രീ എന്ന് പറഞ്ഞൊരു സാധനത്തിൽ ഒട്ടിച്ച് തിരിഞ്ഞു പോയല്ലോ ഇത്. അതാരാ? അപ്പാപ്പോ അന്ന് അപ്പാപ്പൻ ഏതാ? മാസ്കൊക്കെ വെച്ച് ഓ, ഈ മാസ്ക് വെച്ചേക്കണാണ് അപ്പാപ്പ. ഓക്കെ ഓക്കെ അത് മനസ്സിലാവാൻ മാസ്ക് വെച്ചേ ഹെൽമെറ്റ് ആ അപ്പൊ പോയല്ലോ. എടാ നമ്മുടെ എല്ലാരും എത്തിയോ ഇവിടെ ഈ റേഡിയോയിലുള്ള? ചന്ദ്രബോസ് ഒന്ന് കിക്കായി പോയിട്ടുണ്ട്. എടാ ചന്ദ്രന് ജീവനുണ്ടോടാ? എടാ ഞാനൊരു ചെറിയ ഓസി പറഞ്ഞു തുടങ്ങുകയാണേ. എനിക്ക് അസുഖം പിടിച്ച് കിടന്നപ്പോ എന്നെ അസുഖം പിടിച്ച് കിടന്നപ്പോ പതിവില്ലാതെ എനിക്കൊരു കോള് വരുന്നത്. എറണാകുളത്ത് നീ പുതിയതല്ലേ, ഇവിടെ ആരും ഇല്ലെന്ന് വിചാരിച്ച് നീ വിഷമിക്കണ്ട, എന്ത് വന്നാലും ഞാനുണ്ട് നിന്റെ കൂടെ, നിനക്കൊന്നും വയ്യാതെ വന്നാ ഞാനില്ലേ, ഞാൻ വരാം. ഞാൻ പറഞ്ഞടാ വേണ്ട, ഇത് വൈറൽ ഫീവറാ, ഞാൻ പൊക്കോളാം, AC-ക്കകത്ത് ട്രാവൽ ചെയ്താൽ പ്രശ്നമാണ്. ഇമ്മ്യൂണിറ്റി കൂടുതലുള്ള എന്നെ പോലത്തെ ഒരു ജിംനാസ്റ്റിക് ആയിട്ടുള്ള ആളുടെ അടുത്ത് പറയാൻ കൊള്ളുന്ന വർത്താനമാണോ എന്ന് പറഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഇപ്പൊ പയ്യനെ 2 ദിവസം മുമ്പ് ഞാൻ ആശുപത്രി കൊണ്ടുപോയി, എല്ലാം ഓക്കെ ആയി. ഓക്കെ ആയിട്ടില്ല, ഇപ്പോഴും ശബ്ദമില്ല. ഇപ്പൊ എന്താ പരിപാടി അറിയാം? കറക്റ്റ് ജിമ്മിൽ പോണ സമയത്ത് ജിമ്മിൽ പോയി കണ്ടോണ്ടിരിക്കും, വർക്കൗട്ട് ചെയ്യൂല. അവൻ അങ്ങനെ ആയിപ്പോയടാ, അവൻ അങ്ങനെ ആയിപ്പോ, ഒന്നും പറയാൻ പറ്റത്തില്ല നമുക്ക്, അവന്റെ ജീവിത റൂട്ടീനിൽ പറ്റിയ കാര്യമല്ലേ. അപ്പൊ എന്തായാലും നന്നായി ചത്തുപോയേനെ. രാത്രി മോമോയെ വിളിച്ചിട്ട് അണ്ണാ എന്ത് പ്രശ്നം വിളിച്ചത് 45 മിനിറ്റ് അങ്ങ് എത്തുന്നു. നീ വന്നിട്ട് ചത്തുപോയ നീ നേരെ നിക്കാൻ പോലും ആവുന്നില്ല അവൻ നീ ഉറപ്പായിട്ട് ചച്ചന്. പറയാത്തതായി ഇപ്പോഴും ശരിയായിട്ടില്ല. ഒരു ഇപ്പോഴും ഡോൾബി അറ്റ്മോസ് ആണ് എന്റെ ചുമ. ഓക്കെ, അപ്പൊ കുറച്ച് ദിവസം ഇനാക്റ്റീവ് ആയിരുന്നു ഞാൻ.
എനിക്കൊരു ജസ്റ്റ് ഒരു ആരെങ്കിലും ഒരാൾ ഒരു ഓവർവ്യൂ തന്നാൽ കൊള്ളാം. മൊത്തത്തിൽ ഇപ്പൊ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, എന്തൊക്കെയാണ് പുതിയ പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണുള്ളത്, ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. അതിന് ആരെങ്കിലും തെറ്റി പറഞ്ഞേ വാസുവിനെ. ഇവന്മാരൊക്കെ ഉണ്ട്. അപ്പാപ്പ ആണോ? നിങ്ങളല്ലേ ഞാൻ കയറുമ്പോ മാത്രം കേറണേ. അണ്ണ എല്ലാവരും ഉണ്ട് സിറ്റിയില്. ഇവന്മാരെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. പെൻഷൻ കിട്ടിയതോടുകൂടി എല്ലാരും പെണ്ണുങ്ങടെ പറയാ. അതെനിക്ക് മനസ്സിലായി. ഇപ്പൊ ഗേൾ ഫ്രണ്ട് ഇല്ലാത്ത ആൾക്കാർ വളരെ കുറവാണ്. അല്ലല്ല ഞാൻ പറയാം. ഞാനങ്ങനെ ദേഷ്യപ്പെട്ട് ചോദിക്കുമല്ല, നിങ്ങളുടെ ഒക്കെ ഒരു ചേട്ടൻ എന്നുള്ള രീതിയിൽ വളരെ സൗമ്യമായി ചോദിക്കുകയാണ്. ഈ സസ്പെൻഷൻ ഡേയ്സിൽ എത്ര പേർക്ക് ഇവിടെ പെണ്ണ് സെറ്റായി? എടാ ജസ്റ്റ് എന്റെ ഒരു ക്യൂരിയോസിറ്റി അറിയാൻ വേണ്ടി മാത്രം. വാസുവിന്റെ വിഷമം വരും വേണോ? ഇല്ലില്ല, വിഷമം വരട്ടോ. അതെന്തായാലും എനിക്കതൊരു മോട്ടിവേഷൻ ആയിട്ട് സിറ്റി കൈവക്കാതെ ജുഗുറൊന്നും പറഞ്ഞു കഴിയുമ്പോ തിരിഞ്ഞു നിന്നിട്ട് വേണേ കണ്ണോടൊക്കെ. എനിക്ക് സസ്പെൻഷൻ അല്ല സെറ്റ് അതിന് മുമ്പ് അതിന് മുന്നേ പെണ്ണ് ഇല്ലല്ലേടാ കണ്ട പെണ്ണുങ്ങളുടെ പിന്നാലെ പോയി. ബോബോയ് ഞാൻ പറയാം, സത്യസന്ധമായിട്ട് സമ്മതിച്ചാ ഞാൻ അതങ്ങ് വിട്ടുവിടും. പക്ഷെ കള്ളത്തരം കാണിച്ച് പിടിച്ചാ ഞാൻ എന്തൊക്കെ പാരൊക്കെ അതെല്ലാം വെക്കും. ചെറിയ ഫ്രണ്ട്സ് സെറ്റപ്പിലാണ്. ഫ്രണ്ട്സ് ആണോ സെറ്റപ്പാണോ അത് പറ. സെറ്റപ്പ് സെറ്റപ്പ് അതൊക്കെ സമ്മതിക്കുക. புரியுது நீ எதுக்காக அப்போ வந்து சண்டை போட்டுட்டு പിന്നെ എടാ ഞാൻ കാര്യം പറയട്ടെ, പറയട്ടെ. നീ ഒരുപാട് റൊമാൻറ്റിക് ആവരുത് ആശേ. നിന്റെ ഈ റൊമാൻറ്റിക് ക്ലിപ്സ് വെളിയിൽ കാണുമ്പോഴല്ലോ കവറി തൂറി കെട്ടി എറിയാൻ തോന്നും. നീ ജസ്റ്റ് പെണ്ണുങ്ങളുടെ കൂടെ നടന്നോ, പക്ഷെ നീ അധികം റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കരുത്. പിന്നെ അടുത്തത് ജുഗ്രു എന്തിടാ? ഗുരുവിന്റെ തോളത്ത് എപ്പോ എവിടെയാണ് വിക്രമാദിത്യന്റെ വേതാളാണ്. ബുബുവിന്റെ തോളത്തുണ്ട്. ഒട്ടിച്ചു വെച്ചിരിക്കണല്ലേ പുറത്ത്? അല്ല നിന്നെയൊക്കെ ഇപ്പൊ കണ്ണാപ്പിയും ബോബോയും പോലെ ഒന്നെടുത്ത ഒന്ന് ഫ്രീ എന്നുള്ള രീതിയിൽ നിന്നെ സിറ്റി കാണാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ നടക്കുന്നത് എന്റെ ശരീരത്തിന് നല്ലത്. ഇതൊക്കെ അറിയാത്ത ടൂണിയായിട്ട് നടക്കുന്ന സിറ്റി. അപ്പാപ്പൻ ഡെയിലി പൊമ്പിളാര് വരും സിറ്റിയില്. എന്നെ തിരക്കിയോ? അനാവശ്യം പറയുന്നതായിട്ടല്ലോടാ. അതെന്തിനാന്ന് എനിക്കറിയാം. വൈറ്റ് ലിസ്റ്റിനോ വല്ല പ്രീമിയം കുറച്ചു കൊടുക്കാനോ അതിനൊക്കെ ഈ പ്രായത്തിലേക്ക് തിരക്കി. പറ. ഞാൻ ഒരു ദിവസം വെറുതെ അപ്പാപ്പന്റെ മന്ദാരം എന്തി എനിക്ക് കാണുന്നില്ല. മന്ദാരം നിന്റെ ആ മുഖം കണ്ടാലേ എനിക്ക് മനസ്സിലാവുള്ളൂ. ഒരു ദിവസം ഞാൻ അപ്പാപ്പന്റെ മുടിയും ഈ മാസ്കും ഈ വേഷം അതേ വേഷമൊക്കെ ഇട്ട് പോയാണ്. പെമ്പിള്ളാര് പുറകെ ഫുള്ള് അപ്പാപ്പ എന്നെ ഒന്ന് എടുക്കുവെന്നൊക്കെ ചോദിച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുത്തോണ്ട് പോയി. ഞാൻ എടുത്ത് എല്ലാരും ഞാൻ എടുത്ത് എന്ത് ചെയ്യാൻ വേറെ, ഞാൻ എല്ലാരും എടുത്ത് അവരൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോയി. ഈ ഒരു മൊമെന്റ് ചോദിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. വാറിന് മുമ്പ് എങ്ങനെ നീ പൂച്ച കൊണ്ടുപോവോ? ഇതമ്മ ബ്രിജു ഇതിന് വാറിന് മുമ്പിൽ കൊണ്ടുപോകും. പിന്നെ ബ്രിജു പിന്നെ മൂത്രമൊഴിച്ച് അവരുടെ കണ്ണ് മൈതാക്കും. അതല്ല ഫ്രണ്ട് വെച്ചേക്കുന്നത് നിന്റെ മുഖത്തോട്ട് വീഴേണ്ടോ? അത് ശരിയാണ്. അത് ഞാൻ മാസ്ക് ഇട്ടേക്കുന്ന പാപ്പ. ഓക്കെ, അപ്പൊ പ്രേമ കേസ് നമുക്ക് ഇവിടെ വിടാം. ഇനി ഒരു ഓവർവ്യൂ, എന്തൊക്കെയാണ് പെൻഡിങ്, എന്തൊക്കെയാണ്, ആരൊക്കെ ഇനി നമ്മളെ വഴിയിലിറങ്ങിയ ഞാൻ ആരെയൊക്കെ ഇനി പേടിക്കണം, അല്ലെങ്കിൽ ആരുടെയൊക്കെ തല്ല് പെൻഡിങ് ഉണ്ട് അത് പറ. അണ്ണ ഇന്നലെ സസ്പെൻഷൻ കഴിഞ്ഞതോടുകൂടി ഒരു ചാകരായിരുന്നു അണ്ണ, ചാകര. ഇന്നലെയാണോ സസ്പെൻഷൻ കഴിഞ്ഞേ? 3-4 ദിവസമായില്ലേ? തുടങ്ങിയത് നീ ഇന്നലെയാണ് വന്നതല്ലേ? തുടങ്ങുമായിരുന്നു. പറഞ്ഞോ. ആരൊക്കെയായിരുന്നു മന്തു തുടങ്ങിയത് സ്റ്റാർട്ടിങ്? ആദ്യം സിഎം, പിന്നെ ടി ജി. അല്ല ആദ്യം ടി ജി വന്നപ്പോഴും തുടങ്ങിയില്ലേ? അപ്പാപ്പ ഞാനെന്തേത് എന്താണ് ടി ജി ആയിട്ട് എന്താണ് സീൻ? അവര് ചുമ്മാ എന്താന്ന് പോലും അറിയത്തില്ല. പുതുക്കി വന്ന് ഭയങ്കര ഗുണയായിരുന്നു. അല്ല നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് പറ. ഫസ്റ്റ് ഞാൻ പറയാം, ഫസ്റ്റ് ഇവന്മാര് നമ്മുടെ ഒരു ഹെലികോപ്റ്റർ അടിച്ചു പൊട്ടിച്ചായിരുന്നു. അത് ഞാൻ ചോദിക്കാൻ പോയി, അത് മാന്യമായിട്ട് സംസാരിച്ച് അത് സോൾവ് ആക്കി വിട്ടതാണ്. അത് കഴിഞ്ഞ് ഇവന്മാർക്ക് എങ്ങനെ കുരു പൊട്ടിയെന്ന് എനിക്കറിയത്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോ മുതുക്കി ഒന്ന് ഭയങ്കര ഗുണ. വെറുതെ അതിന് മുന്നേ ഒരു പ്രശ്നമായിരുന്നു വാസുണ്ണ.
അവിടെ നമ്മളെ ഞാനും വേറെ ഒരുത്തനും സംസാരിച്ചോണ്ടിരുന്നപ്പോ അവിടെ കൊറേ TJ-ലുള്ളവന്മാര് വന്നിട്ട് പറഞ്ഞത് ആ പട്ടി കരയണോലെ കൊറേ എണ്ണം കരയണം എന്ന് പറഞ്ഞ് എന്റെ അടുത്ത് വന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു കണ്ടവന്റെ വീട്ടിൽ ഒളിഞ്ഞു നോക്കാൻ കൊറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിലൊരുത്തിന് വിഷമായിട്ട് അവന്മാര് തിരിച്ചിറങ്ങി പോയായിരുന്നു. അതാണ് ഫസ്റ്റ് തുടങ്ങിയത്. ആണോ? ആ ഗൈസ്, ഈ ലൈവ് കണ്ടോണ്ടിരിക്കുന്നവര് ടിവിയുടെ സൈഡിൽ നിന്നാണോ അമ്മാരുടെ സൈഡിൽ നിന്നാണോ ട്രിഗർ? സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മതി. അമ്മാരുടെ സൈഡിൽ നിന്നാണോ ട്രിഗർ തുടങ്ങിയത്? ഇന്ന് CVL ഒരുത്തനെ അടിച്ചിട്ട് KVP-യിൽ ഒരുത്തൻ എന്നിട്ട് പറഞ്ഞ് നീ അവൻ പറഞ്ഞത് CV എന്നായിരുന്നു, KVP-യിലെ കേട്ടവൻ TV എന്നായിരുന്നു. അവൻ പറഞ്ഞത് അവൻ CV ആയിരുന്നു ഗ്യാങ്. ഗ്യാങ്ങിന്റെ പേര് CVA അങ്ങനെ. അപ്പൊ കേട്ടവന്മാര് TV എന്നാ കേട്ടത്. TV ആണല്ലോ എനിക്കൊരു കണ്ടിയില്ലടാന്നും പറഞ്ഞിട്ട് അവൻ മറ്റവനെ അടിച്ചിട്ട് ടിവി എന്ന് കേട്ടത് ആരാ? KVP. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ പറയാം, ഒന്നുമില്ല. CVL ഉള്ളവൻ ഞാൻ CVL ആടാ എന്ന് പറഞ്ഞപ്പോൾ KVP ഉള്ളവൻ കേട്ടത് ഞാൻ TV ആടാ എന്നാണ് അവൻ തെറ്റിദ്ധരിച്ചത്. അപ്പൊ നീ TV എനിക്കൊന്നുമില്ല കണ്ടീന്ന് പറഞ്ഞിട്ട് KVP അടിച്ചിട്ട് അപ്പൊ ഈ CVL ഉള്ളവൻ നമ്മളോട് വന്ന് പറഞ്ഞ്. അപ്പൊ നമ്മള് പോയി ചോദിച്ചു, നിങ്ങൾക്ക് അന്നേരം മനസ്സിലായില്ലേ CVയും TVയും സിമിലാരിറ്റി? അത് പറഞ്ഞെണ്ണ പിന്നെന്തിനു ചോദിക്കാൻ പോയേ? അറിയാണ്ട് പറഞ്ഞാന്ന് അവൻ പറഞ്ഞ്. അതായത് അവൻ ആദ്യം ഇങ്ങനെയല്ല പറഞ്ഞത്. എന്നിട്ട് നമ്മള് ചോദിച്ച് എന്നാ ബ്രോ കുഴപ്പമില്ല, ഒരു സോറി പറഞ്ഞിട്ട് വിട്ടേന്ന്, മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലേന്ന് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞ അവന് സൗകര്യമില്ല, ഞാൻ അപ്പൊ തന്നെ അടിച്ചു വന്ന് അതിച്ചു വിട്ടാണ്. അപ്പൊ അപ്പൊ ഒരുത്ത വണ്ടി റേഡിയോ കോളിൽ എടുത്തോണ്ട് പോന്ന് നാട്ടുകാര് പറഞ്ഞ സിറ്റുവേഷൻ എടുക്കുന്നു, അവനെ അടിച്ചു വന്നാണ്. ഭയങ്കര വലിയ കേട്ടോ. എന്ത് ക്രെഡിറ്റ് ആയിട്ടാണ് പറഞ്ഞത്? അന്നേരം നിനക്കെങ്കിലും കുറച്ച് മെച്യൂരിറ്റി ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇമ്മാര് തീട്ട വള്ളിയൊക്കെ എടുക്കണത് ഈ ബോബോയും കണ്ണാപ്പിയായിരുന്നു. ഇല്ലാണ മാന്യായിട്ട് സംസാരിച്ചു. പിന്നെ അമ്മ ഇങ്ങോട്ട് കൊണാണെങ്കിൽ കണക്ട് 97 അണ്ണാ 97 അല്ലേ ഇപ്പൊ പറഞ്ഞത്? അവര് രണ്ടുപേരും അടിച്ചു വന്നില്ല, അവര് KVP ആയിരുന്നു. നാളായി അസുമനെ വേഗം ഇറക്കി വിട്ട് പെട്ടെന്ന് പോയി പണിയണമെന്ന് കരുതി. അപ്പൊ അപ്പൊ മറ്റേ വണ്ടി എനിക്ക് വേണ്ട കേട്ടോ. പ്രശ്നം. അതില് 4000 രൂപ പറഞ്ഞത്. പിന്നെ 97 പൈസ ഒക്കെ പറഞ്ഞത്. ഹലോ, പേര് മാറ്റിക്കോ, പേര് മാറ്റി. ഹലോ, മൈക്കിൾ മാറ്റുന്ന പ്രശ്നം. ഹലോ ബ്രോ, കണക്ട് ചെയ്യാൻ പറഞ്ഞായിരുന്നു. ഹലോ KVP. ഹലോ KVP ആരെല്ലാം ഉണ്ടോ ബ്രോ? ഇവിടെ കണക്ട് ചെയ്യാൻ പറഞ്ഞായിരുന്നു. ബ്രോ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പറഞ്ഞു. അല്ല, നിങ്ങളെ കുറച്ച് ആൾക്കാർ നമ്മളെ ഒരാളെ കൊന്നു കത്തിച്ചു. അത് ബ്രോ, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിയതെന്ന് പറഞ്ഞപ്പോ ഒരു സോറി പറയാൻ പറഞ്ഞപ്പോ അവൻ സോറി പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അതാണ് അടിച്ചത്. ഓക്കെ. അപ്പൊ എന്തായാലും ഇപ്പൊ ഇത് ആയ സ്ഥിതിക്ക് നമുക്ക് അടിച്ചു തീർക്കാം. നമ്മള് ബ്രോ ലൊക്ക് ചോദിക്കാം. ലൊക്കെ ചോദിക്കാനാ? നമ്മള് ലൊക്കെ ചോദിക്കാന്ന്. ലൊക്കെ അയക്കാന്നാ? ഞാൻ നേരെ കാലെടുത്ത് കുത്തിയത് ഇതാണല്ലോടാ. ഹലോ ആരും കിട്ടുന്നില്ലേ? എന്താ പറഞ്ഞ 10 മിനിറ്റ് ലൊക്കെ അയക്കാന്ന്? പറഞ്ഞു കേക്കാം. സിറ്റി അടിച്ചു പോയേട്ടാ. നമ്മളൊരു 10 മിനിറ്റിനുള്ളിൽ ലൊക്ക് ചോദിക്കാന്ന്. നല്ല കാര്യം. അവരെന്നെ തീരുമാനിച്ചത്. നിനക്ക് ബർത്ത്ഡേ എന്നാ? ബർത്ത്ഡേ അല്ല, കളർ ഡ്രസ് ഞാൻ മറന്നുപോയതാണ്. വേഗം പോയിട്ടോ. നമുക്കെല്ലാരും പോയിട്ട് മാപ്പ് ലോഡാക്കണം, അല്ലെങ്കിൽ നമ്മള് ഭൂമിയുടെ അടിയിൽ പോകും.
അണ്ണാ മാപ്പിലോടാക്കിയില്ലെങ്കിൽ പുതിയ മാപ്പിലാണ് കളി. പുതിയ മാപ്പ് സാൻഡി മലയാളി അടി പുതിയ മാപ്പിലടി. പുതിയ മാപ്പ് ഞാൻ വന്നതും കന്നി അടി കന്നി. എടാ ഇത് കന്നി അടിയല്ലേടാ ഇത്? നമ്മുടെ ആദ്യത്തെ വാറ അവിടുത്തെ പുതിയ മാപ്പില്. സൂപ്പർ. ആദ്യത്തെ വാറ.